അച്ഛാ അച്ഛാ അമ്മ എന്താ മക്കളെ? അയ്യോ അമ്മ ചിന്നു, അമ്മ എപ്പോ വന്ന്? ഞാൻ വന്നിട്ടേ 10-70 വർഷമായി. അല്ല എടാ എന്നെ കണ്ടോണ്ട് രണ്ടും കൂടെ ഒളിച്ചതല്ലേ പോയി. അമ്മ എന്തമ്മ വിളിച്ചു പറയാത്ത വരുന്ന? ഓ കെട്ടിലമ്മയോട് പറഞ്ഞാലും ഇങ്ങോട്ട് എനിക്ക് വരാനൊക്കെ തൊള്ളല്ലേ. അമ്മ അമ്മ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി. നീ എന്തോ ചിന്നു അമ്മയ്ക്ക് സമയം ആഹാരം ഒന്നും കൊടുക്കില്ലേ? അയ്യോ അമ്മയുടെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ള ഒരു മോൻ. അമ്മ ആഹാരം കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിലേ ആണ്ടിലും സംക്രാന്തിക്കെങ്കിലും വീട്ടിൽ വരണം. വരൂലല്ലോ. അവൻ എവിടുന്നടി ഈ സമയം? അവനൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഇവളുടെ അനുവാദം വേണം. അതെന്നമ്മ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾക്ക് സമാധാനമല്ലോ അമ്മയുടെ കുത്തുവാക്ക് എന്നെ കേൾപ്പിച്ചപ്പോഴത്തേക്കും. അല്ലെങ്കിലും എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ. നമ്മൾ ചങ്കെടുത്ത് കാണിച്ചാലും അമ്മയ്ക്ക് നാത്തൂന് എന്നെ പിടിക്കൂല. ഓ നീ ഇങ്ങനെ പൂങ്കണ്ണീര് ഒഴുക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തടവ ചേച്ചി ഇത് 18ാം തടവടി. ആ ഇത് പുലിനടയിലെ 19ാമത്തെ അടവ്. അമ്മ അവള് കരയുന്നമ്മ. ഓ നീ ഇങ്ങനെ കരയൊന്നും വേണ്ട. അമ്മ അമ്മയെ വിളിക്കാനും അമ്മയെ വന്ന് കാണാനൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ബാങ്കിലെ തിരക്കൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അവസാനം കുറ്റം വന്നപ്പോ എന്റെ തലയിലായല്ലോ. സമാധാനമായല്ലോ. നിന്നോട് കരയണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഒന്നും മനസ്സിലിരിക്കത്തില്ല. എനിക്ക് പറയണ്ടൊക്കെ ഞാൻ മുഖത്ത് നോക്കി അങ്ങ് പറയും. അതാ എന്റെ ഒരു കുഴപ്പം. കണ്ട അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമൊന്നും ഇല്ല മണി. അലവലാതി ആര് പറഞ്ഞ ദേഷ്യമില്ലെന്ന്? അമ്മ എനിക്ക് നിന്നെ കണ്ടെടുത്താ കണ്ടൂടാ. അണ്ണാ ചുമ്മാ പറയുന്ന അണ്ണ. ഇന്നലെ രാത്രി എന്റെ അടുത്ത് പറഞ്ഞേ രവി അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഒന്ന് കൊണ്ടുപോകുന്നു. വിളിച്ചു പറയട്ടെ ഞാൻ ചോദിച്ചണ്ണാ, സമ്മതിച്ചില്ല. വന്നിട്ട് പറയാന്ന്. അതെന്താ അച്ഛമ്മ? ഓ അത് പിന്നെ ഒന്നുമില്ല. എന്റെ മോന്റെ കയ്യിൽ പൈസയേ ഇല്ല, അമ്മ വരുന്നെന്ന് പറഞ്ഞ് ഓരോന്ന് വാങ്ങിച്ചു കൂട്ടും എന്ന് പ്രത്യേകം പറഞ്ഞു. വിളിച്ചു പറയല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണെണ്ണാ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്റെ അച്ഛമ്മയ്ക്ക് അച്ഛനെ പറ്റി എന്തൊരു കൺസേൺ ആണ്. ഇത്രയും തങ്കപ്പെട്ട എന്റെ അച്ഛമ്മയാണ് അച്ഛൻ ഒന്ന് കാണാൻ പോകാത്തത്. വളരെ മോശം അച്ഛൻ. കൊച്ചെ എരുതിയിൽ എണ്ണ ഒഴിക്കരുത് കേട്ടാ. എടാ ഇവിടെ പറഞ്ഞാൽ എന്താ തെറ്റ്? പെറ്റതള്ള ചത്തോ ജീവിച്ചിരിപ്പോണ്ടോ എന്ന് അന്വേഷിക്കാൻ എനിക്ക് സമയമില്ല. അതങ്ങനെ തള്ളയോട് സ്നേഹം വേണ്ടേ? അമ്മ പറഞ്ഞ കേട്ടാ ഞാൻ എനിക്ക് അമ്മയോട് സ്നേഹമില്ലെന്നാണ്. സംശയം എന്ത്? അമ്മയുടെ അടുത്ത് മാത്രമല്ല കൂടപ്പിറപ്പിന്റെ അടുത്തും ഒരു സ്നേഹം ഇല്ല. നീ ഇത് പറയണോടി. അല്ല ഞാനിത് കേൾക്കേണ്ടവനാണ്. അമ്മയല്ലേ പറഞ്ഞത് എപ്പോഴും ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത വേണമെന്ന്. ഞാൻ ചെയ്യുന്ന ജോലി വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയല്ലേ. ഓഫീസിൽ ഇരുന്ന് ചെയ്താൽ തീരാത്ത വർക്ക് ഞാൻ വീട്ടിൽ വന്നിരുന്ന് അവധി ദിവസം കൂടെ ഇരുന്ന് ചെയ്താണ് തീർക്കുന്നത്. അറിയാമോ? രണ്ടറ്റവും കൂടെ കൊണ്ട് മുട്ടിക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. ഞാനുണ്ടല്ലോ എപ്പോഴും ഇവിടെ പറയാൻ എന്താ അറിയുമോ? എന്റെ ബുദ്ധിമുട്ടും സമയക്കുറവും കഷ്ടപ്പാടും ഒക്കെ ഒരേ ഒരാൾക്കേ മനസ്സിലാവുള്ളൂ, എന്റെ അമ്മയ്ക്ക്. അറിയാമോ? പടിയത് ചോദിച്ചു നോക്ക്. അച്ഛമ്മ അച്ഛ ഇപ്പൊ കരയായി. അയ്യോ പോത്ത് പോലെ വളർന്നല്ലോടാ. നിന്നെ കിണുങ്ങുന്നു ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. കഷ്ടം. അതങ്ങനെ വളർത്തു ദോഷം. ഞാൻ എന്റെ മോനോട് പലതും പറയും. നീ എന്തായാലും പറഞ്ഞോണ്ടല്ലോ അട്ടി വായിക്കും കേട്ടോ. നല്ല അച്ഛപ്പം കൊള്ളാം അച്ഛമ്മ. തിന്നു തീർക്ക്. അമ്മ എന്താ വിളിച്ചു പോലും പറയാതെ ഇങ്ങോട്ട് വന്നത്? അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ ഒന്ന് വിളിച്ചാ പറയും, ഞാൻ അങ്ങ് വരൂലേ. ഞാൻ നിന്നെ കാണാനല്ല വന്നത്, ഞാൻ എന്റെ മക്കളെ കാണാനാ വന്നത്. എന്തായാലും അമ്മ വന്ന് നന്നായി. എത്ര ദിവസമായി അമ്മ വന്നിട്ട്? എന്തായാലും ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ് പോയാൽ മതിയേ. ഞാൻ പോകുന്നില്ലെങ്കിലും അത്രയും സന്തോഷം. അമ്മ ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഭയങ്കര സന്തോഷം. അമ്മ ഇങ്ങനെയൊക്കെ പറയും. അമ്മ 2 ദിവസം കഴിയുമ്പോഴേ പോരെടുത്ത് നമ്മളെ പുറത്താക്കും. അതെ അതെ. ഞാനേ നിന്റെ അടുത്ത് പോരെടുക്കും, പക്ഷെ ഞാൻ അമ്മയുടെ അടുത്ത് പോരെടുക്കില്ല. അമ്മേനെ എനിക്കിഷ്ടം. മണി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. അമ്മ ഇന്ന് ഉച്ചത്തേക്കേ പയറ് കഞ്ഞിയാണേ. കുറച്ച് പയറ് കഞ്ഞി എടുക്കട്ടെ എല്ലാവർക്കും. അച്ചാറും ചമ്മന്തി. കഞ്ഞി നമ്മ നമ്മള് പറയാതെ വന്നപ്പോ കഞ്ഞി പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിലോ ഇവള് പച്ചവെള്ളം തരുവോ? അത് തന്നെ. കൂടി അതല്ല അമ്മ ഇന്ന് ഇവിടെ ഗ്യാസ് തീർന്നു പോയി. ഗ്യാസ് വന്നപ്പോ തന്നെ ഏതാണ്ട് ഉച്ച സമയമായി. പിന്നെ അതുകൊണ്ട് പിന്നെ ചോറും കറിയൊന്നും ഉണ്ടാക്കില്ല, കഞ്ഞിയും വേറും വെച്ച്. അതെനിക്ക് മനസ്സിലായി. എന്നെ കണ്ടപ്പോ തന്നെ എന്റെ ഗ്യാസ് പോയി. കഞ്ഞി എടുക്കട്ടെ. അമ്മ എനിക്കൊന്നും കൊണ്ടുവന്നില്ല. അമ്മ ഉണ്ടല്ലോ, നിനക്ക് കൊണ്ടുവരും. നിനക്കിനി ഉള്ളത് ഞാനുണ്ടല്ലോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മൊത്തമായിട്ട് ചില്ലറായിട്ട് തന്നേച്ചേ പോത്തുള്ളൂ. അച്ഛമ്മേ ഞങ്ങൾ ഈ ബാഗൊക്കെ മേലെ കൊണ്ട് വെച്ചിട്ട് വരാം. ശരി ശരി ശരി. രവി എന്തമ്മ? അല്ല നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞോ? പറയമ്മ. എന്ത്? എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അമ്മ പറ. അങ്ങനെ എടുത്തിയാണിന്നും പറയാനൊക്കത്തില്ല. നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പറ. അപ്പൊ പറയാം. അപ്പൊ ഞാനേ ഒന്ന് മേളിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. അയ്യോ എടി ചിന്നു, അമ്മ എന്തടി പറയാൻ വന്നത്? എനിക്കങ്ങനെ അറിയാം. കുറെ നാളിന് ശേഷം കാണുന്നല്ലേ, എന്തെങ്കിലും പറയാൻ കാണും. ഞാൻ പോകും.
എന്താ അമ്മയ്ക്ക് ഇത്ര കാര്യമായിട്ട് പറയാനുള്ളത്? മോഭാവം കണ്ടിട്ട് നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.